അജിത് ഹരിദാസ്, റിട്ടയർഡ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ മുൻ ചെയർമാനാണ്. ശ്രീ അജിത് ഹരിദാസ്, ഈ ഒരുപക്ഷെ ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമ്മൾ ഇത്രമാത്രം വലിയ കണക്ക് നമ്മുടെ അങ്ങനെ കാണാറില്ലാത്തതുകൊണ്ടായിരിക്കാം ശ്രദ്ധിക്കുന്നത്. ഇത് അത്രമാത്രം എന്താ പറയുക, ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്താണ് അതിനെപ്പറ്റി ഒരു വിലയിരുത്തൽ? ട്രിവാൻഡ്രത്തെ എയർ ക്വാളിറ്റി ഇന്ന് ഒട്ടും തന്നെ മോശമല്ല. പ്രത്യേകിച്ചും മഴയൊക്കെ പെയ്ത സ്ഥിതിക്ക് എയർ ക്വാളിറ്റി, നല്ല രീതിയിലുള്ള എയർ ക്വാളിറ്റിയാണ് തിരുവനന്തപുരത്ത് ഇന്ന് അനുഭവപ്പെടുന്നത്. ദീപാവലിയുടെ ഒരു ചെറിയ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസം മാത്രമേ ഇതിലൊക്കെ ഉണ്ടാകാറുള്ളൂ. ദീപാവലി എന്ന് പറയുന്ന ആ സമയത്ത് കുറച്ച് നേരത്തേക്കുള്ള കുറച്ച് പടക്കം പൊട്ടിക്കലും ഒക്കെ ഉണ്ട്. അതൊക്കെ അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്ന ഒരു എപ്പിസോഡ് എന്നുള്ള നിലയിൽ മാത്രമാണ് ഇത് കാണേണ്ടത്. ഈ സാധാരണ ദീപാവലി ദിനങ്ങളിൽ ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഈ 150 എബോ വരാറുണ്ടോ നമ്മുടെ തിരുവനന്തപുരത്ത്? സാധാരണഗതിയിൽ അങ്ങനെ വരാറില്ല. അപ്പോൾ പിന്നെ എന്താണ് ഇത്തവണ വന്നത്? ഇത്തവണ വന്നത് നിങ്ങളുടെ കണക്കുകൾ തെറ്റാണ്. ഇത് ഞങ്ങളുടെ കണക്കല്ല. ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI.in ഡാഷ്ബോർഡ്, അതിന്റെ ആ കണക്കാണ്. അത് തെറ്റാണ്. അവരുടെ മെഷർമെന്റ്സ് ഒക്കെ തെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ഒഫീഷ്യലി മെഷർമെന്റ് നടത്തുന്ന മറ്റെന്തെങ്കിലും ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടോ? ഒഫീഷ്യൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വെബ്സൈറ്റിൽ നോക്കുക. അപ്പൊ ഈ AQI.in ആശ്രയിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് അല്ലേ? അതൊക്കെ പ്രൈവറ്റ് ആയിട്ട് തരുന്ന ഓരോ കണക്കുകളാണ്. അതൊന്നും ശരിയാണെന്ന് തോന്നുന്നില്ല. ശരി, ശ്രീ അജിത് ഹരിദാസ്, ഈ സാധാരണഗതിയിൽ ഇപ്പോൾ ദീപാവലി സമയങ്ങൾ നമ്മൾ രാത്രിയൊക്കെ പുറത്തിറങ്ങുമ്പോൾ കാണാം, പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരത്തിൽ വലിയ തോതിൽ ഈ പടക്കം, കമ്പിത്തിരി, പൂത്തിരി ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ദീപാവലിയിൽ വലിയ തോതിൽ ആഘോഷം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഈ രാത്രി നമ്മൾ 11 മണിക്കൊക്കെ ശേഷം പുറത്തിറങ്ങുമ്പോൾ ഒരു എന്താ പറയുക, സ്മോഗ് എന്നുള്ളത് പറയേണ്ടത് അല്ലേ, സ്മോക്ക് പ്ലസ് ഫോഗ് എന്നുള്ള ഇതിൽ, അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം ഇങ്ങനെ പുക കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായി കാണാറുണ്ട്. ഈ പുകപടലം എത്ര സമയം ഈ അന്തരീക്ഷത്തിൽ നിൽക്കും? അത് പിന്നീട് അതിനെന്താണ് സംഭവിക്കുന്നത്? അത് ഈ മഴ പെയ്യുമ്പോൾ മാറുമോ, അല്ലെങ്കിൽ പിന്നീട് അത് ഇല്ലാതാവുന്നതൊക്കെ എങ്ങനെയാണ്? അത് ഡിഫ്യൂഷൻ വഴി, ഡിസ്പേർഷൻ വഴി അത് ഡിസ്പേഴ്സ് ചെയ്ത് അന്തരീക്ഷത്തിൽ എല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ചെയ്ത് പോകും. പൊതുവെ നമ്മളുടെ ഈ കടലിന്റെ അടുത്തുള്ള തീരങ്ങളിലൊക്കെ ആകുമ്പോഴത്തേക്കും കാറ്റടിച്ചിട്ട് ഇത് ഡിസ്പേഴ്സ് ചെയ്ത് പോകും. ഡൽഹിയിൽ നടക്കുന്ന സംഭവമല്ല കേരളത്തിൽ നടക്കുന്നത്. അതിന്റെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് തീർത്തും വ്യത്യാസമാണ്. ഡൽഹിയിൽ നടക്കുമ്പോൾ അവിടെ സ്മോക്കും എല്ലാം അവിടെ തന്നെ കെട്ടിക്കിടക്കാനുള്ള കാലാവസ്ഥയാണ് ഈ സമയങ്ങളിൽ ഉണ്ടാവുന്നത്. അപ്പൊ അവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ ഇവിടത്തെ പ്രശ്നങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. അതായത് ഇതുവരെ നമുക്ക് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ല അല്ലേ? യാതൊരു സാഹചര്യമില്ല. ശരി, താങ്ക് യു സോ മച്ച്. അജിത് ഹരിദാസ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുൻ ചെയർമാനാണ് പ്രതികരിച്ചത്. എന്തായാലും അജയ്, ഇന്നലെ രാത്രി അജയുടെ വീട്ടിലും ആഘോഷം ഉണ്ടായിരുന്നു. അജയും പൂത്തിരിയും കമ്പിത്തിരിയൊക്കെ കത്തിച്ച് ഇടുന്ന സ്റ്റാറ്റസ് ഒരു KSRTC ബസ്സിന് ജസ്റ്റ് മിസ്സാവുന്നൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അജയ്, ഈ ആഘോഷങ്ങളിൽ നിയന്ത്രണവും ഒക്കെ വേണമെന്നാണോ അജയ് പറയുന്നത്? അതെ, തീർച്ചയായിട്ടും ഈ ഒരു ആഘോഷങ്ങളിൽ, അത് സാധാരണ നടക്കുന്ന ആഘോഷങ്ങളെക്കാൾ അതൊരു നിയന്ത്രണം എന്തായാലും വേണം. ഡൽഹിയിലെല്ലാം ഇത്തവണ ഈ ഒരു ഗ്രീൻ ക്രാക്കേഴ്സ് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് ഔദ്യോഗികമായി തന്നെ. പക്ഷേ നമ്മുടെ കേരളത്തിൽ അത്തരം ഗ്രീൻ ക്രാക്കേഴ്സ് ഒന്നും അത്ര ഒരു സുലഭമായിട്ട് ലഭ്യമായിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ഇവിടെ ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന പടക്കങ്ങൾ, ചൈനീസ് പടക്കങ്ങൾ, അതെല്ലാമാണ് നമ്മുടെ കേരളത്തിൽ വളരെ സുലഭമായിട്ട് ലഭ്യമാകുന്നത്. ഈ ഒരു AQI ഇൻഡെക്സിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഈ വെബ്സൈറ്റിൻ്റെ ഒരു ഡാറ്റ എന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും, ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളും മാത്രമല്ല ലോകത്ത് തന്നെയുള്ള എല്ലാ നഗരങ്ങളിലെയും ലൈവ് ഡാറ്റ അത് ലഭ്യമാകാൻ വേണ്ടി എല്ലാവരും ആശ്രയിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. ഇതിൻ്റെ മൊബൈൽ ആപ്പ് വരെയുണ്ട്. അപ്പോൾ ഇതിലുള്ള കണക്കനുസരിച്ചാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു വായു നിലവാരം. അത് തീർച്ചയായിട്ടും ഈ കണക്ക് അത്
വളരെ ഒരു ആശങ്കപ്പെടുത്തുന്ന നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. എന്തായാലും എല്ലായിടത്തും വ്യാപകമായിട്ട് ഈ പടക്കം പൊട്ടിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലാണ് തീർച്ചയായിട്ടും ഇത്ര വലിയൊരു ഈ സൂചിക ഉയരാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്. ഇപ്പോൾ കേരളത്തിലെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ ദീപാവലി ആഘോഷങ്ങൾ നടക്കാറുള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരം, അതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഗ്രാമീണ മേഖല, ഇവിടങ്ങളിലെല്ലാം നിരവധി ഈ പടക്കങ്ങൾ പൊട്ടിക്കുന്നതെല്ലാം സാധാരണ ഇപ്പോൾ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ തന്നെ നടക്കാറുണ്ട്. അപ്പോൾ